ഹലോ എവരിവൺ, ഇറ്റ്സ് മിലിച്ചസ് കൊച്ചിക്കാരി ചൈതി. അപ്പം നമ്മൾ ഇന്നുള്ളത് നമ്മുടെ പുല്ലേപ്പടിയിലുള്ള സ്ക്രാപ്പിൻ്റെ ഷോപ്പിലാണ്. ഇപ്പം നമ്മളിവിടെ മിക്കപ്പോഴും ഇവിടുത്തെ വീഡിയോസാണ് ഇടുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ 2-3 വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി. കാരണം സെക്കൻഡ് ഹാൻഡ് പാർട്സിന് ഇത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് ഗൈസ് മനസ്സിലായത്. ഞാനൊക്കെ പണ്ട് ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോലും വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിൽ അത് എഫക്റ്റായി എന്നുള്ളതാണ്. വേറൊന്നും കൊണ്ടിട്ടല്ല ഇന്നിപ്പോൾ ഈ ഒരു സ്പീഡോമീറ്ററിൻ്റെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഒരു തവേരയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്സ് തീർന്നോന്ന് ഇപ്പോഴും കുറെ ആൾക്കാർ നമ്മളെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പാർട്സ് മാത്രമല്ല, വേറെ ഒരുപാട് പാർട്സ് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്കിപ്പോൾ നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ വണ്ടിയുടെ സ്പീഡോമീറ്റർ ആണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇന്ന് ഞാൻ മാത്രമല്ല, നമ്മുടെ ചന്ദൻ ബായും കൂടെ ഉണ്ട്. കാരണം ബായ് ഇവിടുത്തെ എന്താ പറയാ എല്ലാമാണ്, ഓൾ ഇൻ ഓൾ പോലെയാണ്. അപ്പൊ ഇവിടുത്തെ സ്പീഡോമീറ്റർ പിന്നെ അതുപോലെ തന്നെ പാർട്സ് എല്ലാം നമുക്ക് ബായ് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. എനിക്ക് ഹിന്ദി തോടാ മാലു तू हेल्प करो हेल्प कर रहे ഓക്കെ ഓക്കെ. അപ്പൊ ഇത് തവേരയുടെ സ്പീഡോമീറ്റർ ആണ്. ഇപ്പോഴും ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട് തവേരയുടെ പാർട്സ് ഒക്കെ. നമ്മളുടെ വീഡിയോ കണ്ട് തന്നെ അതിന്റെ സീറ്റും ഡോറും കാര്യങ്ങളൊക്കെ കസ്റ്റമർ വാങ്ങിച്ചോണ്ട് പോയിട്ടാ. ഇനി ആകെ ഉള്ളത് പവർ സ്റ്റിയറിംഗ് അല്ലെ, തവേരയുടെ പവർ സ്റ്റിയറിംഗ് പിന്നെ അതുപോലെ തന്നെ സ്പീഡോമീറ്റർ ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ വണ്ടിയുടെ സ്പീഡോമീറ്റർ ആണ് നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ കാണിക്കാം. അപ്പൊ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടും പല വണ്ടികളുടെ സ്പീഡോമീറ്റർ ആണ് ഇരിക്കുന്നത്. വായി നമുക്ക് ഓരോന്നിന്റെ സ്പീഡോമീറ്റർ ഒന്ന് എടുത്തെടുത്ത് കാണിക്കാം. ഓക്കെ, ഇത് പുണ്ടോന്റെ ആണ്, ഫിയറ്റ് പുണ്ടോന്റെ ആണ് ഈ കാണുന്ന സ്പീഡോമീറ്റർ. ഇതെല്ലാം വർക്കിംഗ് ആയിട്ടുള്ളതാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കൊണ്ടുപോയിട്ട് വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പകരം വേറെ എന്താണെന്ന് വെച്ചാൽ കംപ്ലൈന്റ് ഇല്ലാത്ത അല്ല ഗൈസ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഈ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നത് പല വണ്ടികളുടെ സ്പീഡോമീറ്റർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ചന്ദൻ ഭായ് ഓരോ ഏതൊക്കെ വണ്ടിയുടെ സ്പീഡോമീറ്റർ ആണ് ഉള്ളതെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ ബൈ, ആദ്യം ഏതാ നമ്മൾ പരിചയപ്പെടുന്നത്? തവേരൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ ഇൻട്രോയിൽ ഓൾറെഡി നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ എൻക്വയറി വന്നതാണ്. അപ്പൊ ഇതിന്റെ തവേരയുടെ സ്പീഡോമീറ്റർ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. നേരെ ഇങ്ങോട്ടേക്ക് വന്നോ, നമുക്ക് കൊറിയർ സർവീസും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇത് തവേരയുടെ സ്പീഡോമീറ്റർ. അടുത്ത ഫിയറ്റ് പുണ്ടോ. ഓക്കെ, ഫിയറ്റ് പുണ്ടോയാണ് അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. കണ്ടോ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇവിടെ നിന്നൊരു പാർട്സ് ഇങ്ങനത്തെ പാർട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ മേടിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങൾ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വർക്കിംഗ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എക്സ്ചേഞ്ചും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫിയറ്റ് പുണ്ടോന്റെ സ്പീഡോമീറ്റർ ആണ്. വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നോട്ടോ. അടുത്തത് സ്വിഫ്റ്റ്. ഓക്കെ, ഇത് ഏത് മോഡൽ സ്വിഫ്റ്റിന്റെ? പഴയ ഷേപ്പ് പഴയ ഷേപ്പ് സ്വിഫ്റ്റിന്റെ ആണ്. സ്വിഫ്റ്റിന്റെ എന്തോ ഓക്കെ പെട്രോള് സ്വിഫ്റ്റിന്റെ സ്പീഡോമീറ്റർ ആണ് കേട്ടോ. കണ്ടോ, 2010 മോഡൽ സ്വിഫ്റ്റിന്റെ കേട്ടോ. മോഡലും കൂടെ പറഞ്ഞോ പയ്യ, അതായിരിക്കും കുറച്ചും കൂടെ നല്ല. അപ്പൊ എനിക്ക് ചിലപ്പോൾ ഈ സ്പീഡോമീറ്റർ ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇവര് 10-15 കൊല്ലമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നതാണ്. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെക്കൻഡ് ഹാൻഡ് പാർട്സ് വന്ന് എടുത്തോണ്ട് വഴി അങ്ങ് പോവും. പക്ഷെ ഈ കുറച്ച് നാളായിട്ടാണ് നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടെ ആഴ്ന്നിറങ്ങിയത്. ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഒരു വണ്ടി പൊളിച്ച് കഴിയുമ്പോഴത്തേക്കുള്ള ഇത്രത്തോളം പാർട്സ് ആ വണ്ടിയിലുണ്ടെന്നുള്ളത് ഞാൻ ഈ ഇടക്കാണ് തിരിച്ചറിഞ്ഞത്. വായിക്ക് തോടാ മലയാളം മാലോ അല്ലേ? ഓക്കെ, മലയാളത്തിൽ സംസാരിക്കാൻ നമുക്ക് കുഴപ്പമില്ലല്ലോ, പ്രോബ്ലം. ഓക്കെ നെക്സ്റ്റ് ഫോർഡ് ഫിഗോന്റെ സ്പീഡോമീറ്റർ ആണ് മോഡൽ. കുഴപ്പമില്ല. ഓക്കെ, 2007 കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല, എല്ലാം നമ്മൾ ഓർത്തിരിക്കത്തില്ലല്ലോ. അപ്പൊ 2007 മോഡലിന്റെ ഫിഗോന്റെ സ്പീഡോമീറ്റർ ആണിത്. ഓക്കെ, അടുത്തത് ഹോണ്ട അമേസ്. വലിയ സ്പീഡോമീറ്റർ അല്ലേ കുറച്ച്. അയ്യോ, 2010 മോഡല് ഹോണ്ട അമേസിന്റെ സ്പീഡോമീറ്റർ ആണ് ഇത്. ബാക്കി നോക്ക്, സ്പീഡോമീറ്റർ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ ഇത് ചേരാ, പക്ഷെ ഇതിങ്ങനെ അഴിച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഗൈസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന. കണ്ടല്ലോ. നെക്സ്റ്റ് ഇതേതാ? ഇത് അത് കൊള്ളാട്ടോ, ഒരു താമര വിരിഞ്ഞിരിക്കുന്ന പോലെ. ഇത് ഏതാ?
Figo. Figo. Ford. Hot. Figo. ആ ഫോർഡ് ഫിഗോ Figo house wear. Aspire. ആസ്പെയർ എന്നാണോ പറഞ്ഞ ഞാൻ ഹൗസ് പെയർ ഇത് ഏത് വണ്ടി ഇത് ആസ്പെയർ ആണ് എന്റെ മനസ്സിലുണ്ടായത് പക്ഷെ ഇത് മേ ബി അത് അവര് സംസാരിക്കുന്നതിന്റെ ഒരു ഇതുകൊണ്ടായിട്ടായിരിക്കട്ടെ ഇപ്പൊ നമ്മൾ ചിലപ്പോ ഹിന്ദി വാക്ക് പറയുമ്പോഴത്തേക്കും എക്സാക്ട് അങ്ങനെ ആവണമെന്നില്ലല്ലോ എന്റെ മനസ്സിലുണ്ടായിരുന്ന ആസ്പെയർ ആണ് ആസ്പെയർ പോലെ ആസ്പെയറിനെ ആസ്പെയർ കുഴപ്പമില്ല ഓക്കെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇത് നോക്കി താമരകട ഇല്ലേ ലോട്ടസ് മോഡൽ ഇവിടെ വന്നു കഴിഞ്ഞ് ഇവരുടെ കുറെ ഹിന്ദി ഭാഷ പഠിക്കലാണ് എന്റെ പരിപാടി ഇതിലെ കണ്ട അവിടെ ടീം വർക്കാണത് അവരിപ്പോ അവിടെ എന്തുവായിരുന്നു അത് അഴിച്ച് റിപ്പയർ ചെയ്തോണ്ടിരിക്കാണ് ലാട്ടും സംഭവങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കണാണ് ഹായ് പോലെ ഭയ്യാ ഹായ് എവിടാ ആ ഓക്കെ ഇനി അടുത്തത് നമുക്ക് നോക്കാം സ്കോഡ ലോറ ഓക്കെ ഇത് ഭയങ്കര കുഞ്ഞി സ്പീഡോമീറ്റർ അല്ലേ അയ്യോടാ സ്കോഡ ലോറ ഓക്കെ കുറച്ച് പൊടിയൊക്കെ ഇട്ടിരിപ്പുണ്ട് അത് നമ്മുടെ ഒന്ന് കുറച്ച് ക്ലീൻ ചെയ്ത് തരാം ഓക്കെ കണ്ടല്ലോ സ്കോഡ ലോറ അടുത്തത് നെക്സ്റ്റ് നമുക്കിവിടെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളത് ഏതാ സെന്നൊക്കെ നമുക്ക് അത്യാവശ്യമാണ് എപ്പോഴും നമ്മൾ ചോദിക്കുന്നതാണ് വിന്റേജ് വണ്ടിയൊക്കെ സെന്നിന്റെ ഒക്കെ പാർട്സ് സെന്നിന്റെ സ്പീഡോമീറ്റർ ഉണ്ട് കേട്ടോ ഓക്കെ അടുത്തത് 800 തന്നെ ഉണ്ടോ 800 ഇല്ല എസ്റ്റീം ഒരെണ്ണം കൂടെ ഞാൻ അവിടെ കണ്ടായിരുന്നേ എസ്റ്റീമിന്റെ സ്പീഡോമീറ്റർ ദേ കണ്ടല്ലോ എസ്റ്റീമിന്റെ സ്പീഡോമീറ്റർ ആണ് അടുത്ത 800 ഞാൻ ചോദിച്ചതേ ഉള്ളൂ 800 കണ്ടാ 800ന്റെ സ്പീഡോമീറ്റർ നെക്സ്റ്റ് റിക്സ് ക്ലോക്ക് അല്ല ഇത്രയും ഭാഗം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പോയ ക്ലോക്കിന്റെ പോലെ കൊള്ളാല്ലേ റിറ്റ്സിന്റെ ആണ് കേട്ടോ അടുത്തത് സ്പാർക്ക് ഓക്കെ സ്പാർക്കിന്റെ അത് തന്നെ സ്പാർക്കിന്റെ കുറെ കണ്ടോ മോഡൽ കൂടിയതാ ഓക്കെ ഇത് സ്പാർക്കിന്റെ അടുത്തത് ആൾട്ടോ ഷെവർലൈറ്റ് ഒക്ട്രയുടെ ഓക്കെ ബീറ്റോ കുറച്ച് കനമുണ്ട് കേട്ടോ ബാക്കിയുള്ളത് പോലെയല്ല യെസ് ഒരു ബീറ്റ് നമുക്ക് പൊളിക്കാനായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ കുറച്ച് പാർട്സിൽ നിന്ന് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ഷെവർലെറ്റ് ബീറ്റിന്റെ സ്പീഡോമീറ്റർ മറ്റേ ലിനിയാന്ന് കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് എന്റെ അമ്മേനെ ഓർമ്മ ലിനിയ അമ്മന്റെ പേര് ഇത് അവിയോയാണ് ലിനിയല്ല അവിയോ ഓക്കെ ഇത് നമ്മുടെ അവിയോന്റെ സ്പീഡോമീറ്റർ ആണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് കേട്ടോ ഇതെന്തോ അത് ഹോണ്ട സിറ്റി ടൈപ്പ് 4 അടുത്തത് ഒരു ഹോണ്ട സിറ്റി എടുക്കണം ഗൈസ് ഹോണ്ട സിറ്റിയുടെ സ്പീഡോമീറ്റർ പൊടിയൊക്കെ ഉണ്ട് അത് കാര്യമൊക്കെ ഉണ്ടാ ഹോണ്ട സിറ്റി ടൈപ്പ് 5 ഹോണ്ട സിറ്റി ടൈപ്പ് 5ന്റെ സ്പീഡോമീറ്റർ ആണ് കേട്ടോ ഇത് കുറച്ച് പൊടിയുണ്ടെന്നുള്ളൂ കേട്ടാ ഇതാണ്ട തൂത്ത് കഴിഞ്ഞാ നോക്കിയേ കണ്ടാ കലക്ക സാധനമാണ് ഇതേതാ ഇൻഡിഗോന്റെ ഉണ്ടോ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ഇൻഡിക്ക നമ്മൾ പൊളിച്ചായിരുന്നു ഗൈസ് ഏതാണ് ഒരു വലിയൊരു സ്പീഡോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞത് ബെഡ സ്പീഡോമീറ്റർ പ്രദീപേട്ടൻ പറഞ്ഞില്ലായിരുന്ന ക്രൂസിൻ ഇതാണ് ക്രൂസ് അല്ല അത് ഇതേതാ പോളോന്റെ പാർട്സ് ഉണ്ടാന്ന് കഴിഞ്ഞ ദിവസം കൂടെ ഒരാള് വിളിച്ച് ചോദിച്ചതുള്ളതേ സ്പീഡോമീറ്റർ ഉണ്ട് പോളോന്റെ സ്പീഡോമീറ്റർ ഇത് ഏത് മോഡലാ ഭയ്യ അറിയോ മാലു 2010 മോഡൽ പോളോന്റെ ഒക്കെ കേട്ടോ ഇത് ഹോണ്ട അല്ല ഹ്യുണ്ടായി i10 ചായ ഒന്ന്
എല്ലാരും ഉണ്ട് ഇതില്. കഴിഞ്ഞു. അത്ര ഉള്ള ഈ മുകളിലിരിക്കുന്നതൊക്കെ മേനോനാ? നാനോ നേനോ നിഹി ഭയ്യ നാനോ നാനോ. ഷോ ഇത് ഞാൻ ഇവരെ പഠിപ്പിച്ചോ. നേനോ അവര് നേനോ നേനോ എന്ന് പറയണേ. ഇതേതാ? ഇൻഡിക്ക. ഇതാ ഓ ഗെറ്റ്സിന്റെ വേണ്ട, എനിക്ക് കട്ടൻ ചായ മതി. ഇത് ഗെറ്റ്സിന്റെ ആണ് ഈ സ്പീഡോമീറ്റർ. ആ ഓ ഇതും വലുതാണ്ടാ. കവർ വന്നേക്കണ്ടാണ് എവിടെ? ബെസ്റ്റ് ക്യാമറാമാൻ എവിടെ? ഇതെന്താണ്? ഹോണ്ട സിറ്റിയുടെ കേട്ടോ ഇത്. കവർ വന്നിട്ടുണ്ട്, അതാണ് കണ്ടോ. ഇത് ഏത് മോഡലാണ്? ടൈപ്പ് 3 അല്ലേ? ടൈപ്പ് 3യുടെ ഹോണ്ട സിറ്റി സ്പീഡോമീറ്റർ ആണിത്. പിന്നെ ഏതാ കാണിക്കാൻ പറ്റിയത് നമുക്ക്? ഗ്ലോബൽ ഫിയസ്റ്റ. ഗോളവാൽ. കളിയാക്കുന്നില്ല കേട്ടോ ഭയ്യ, അങ്ങനെ വിചാരിക്കണ്ട. അവര് സംസാരിക്കുന്ന രീതി അതുകൊണ്ടിട്ടാണ്. ഞാനിപ്പോ ഇവിടെ ഹിന്ദി പറഞ്ഞാൽ എന്തെല്ലാം പൊട്ടത്തെറ്റാ പറയണേ, അതാണ്. ഗ്ലോബൽ ഫിയസ്റ്റയാണ്. ചില ഭാഷ എനിക്ക് മനസ്സിലാവൂല കേട്ടോ ഇവരുടെ. കുഴപ്പമില്ല. യെസ്. അടുത്തത് എന്താ ഭയ്യ തളർന്ന? ഓക്കെ, നമുക്ക് അടുത്ത പാർട്സിലേക്ക് പോവാം. വരൂ. അടുത്ത എവിടെയാണ്? ഓക്കെ, ഇതൊക്കെ ഏത് ഗാഡിക്ക പമ്പ് സെറ്റ്? എല്ലാം വണ്ടിന്റെ പമ്പ് സെറ്റ്. എല്ലാ വണ്ടിയുടെ പമ്പ് സെറ്റ് ഇവിടെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ അഴിച്ചു വെച്ചേക്കുവാണ്. പിന്നെ ഇതൊക്കെ മറ്റേ ഇൻഡിക്കേറ്റർ. സ്റ്റിയറിംഗ് കോമ്പിനേഷൻ. ടഫാണ് പഠിക്കാൻ. സീനില്ല, വാ. പിന്നെ ഇവിടെ റേഡിയേറ്റർ ഒക്കെ ഇരിക്കുന്നുണ്ട്. അയ്യോ സോറി കേട്ടോ, റേഡിയേറ്റർ അപ്പോഴാണ്. ഇത് കണ്ടൻസർ ആണ് കേട്ടോ. പിന്നെ ഇത് നക്കൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഇവർക്ക് എല്ലാം അറിയാം. ഓക്കെ, പിന്നെ ഇന്നോവയുടെ അലോയ് വീൽസ് ആണ്. വിത്ത് ടയർ നമ്മൾ 4 എണ്ണം 23,000 രൂപക്ക് നിങ്ങൾക്ക് തരൂ കേട്ടോ. നല്ലതാണ്. പിന്നെ കണ്ടതേ, അത് ഇന്നോവയുടെ അലോയ് വീൽസ് ആണ്. അതുപോലെ തന്നെ BMW പ്രീമിയം വണ്ടിയുടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BMW അലോയ് വീൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഭയ്യ ഇത് ഏത് വണ്ടിയുടെ സീറ്റാ? ഫിയസ്റ്റയുടെ സീറ്റാണ് കേട്ടോ ഇത്. BMW അലോയ് വീൽസ് കാണിച്ചാലോ ഭയ്യ? ഇത് എന്നെ കൊണ്ട് പൊക്കാൻ പറ്റില്ല. ഓക്കെ ദേ BMW അലോയ് വീൽസ്. ഇത് ഫീസ്റ്റയുടെ ആണ് ഈ സീറ്റ്. ഇതെങ്ങനെ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല സീറ്റാണ് കേട്ടോ. അതെ അച്ഛ സീറ്റ് തന്നെ, നല്ല അപ്പോൾസ്റ്ററി, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഉണ്ടാ, ഇതെന്നെ കൊണ്ട് പൊക്കാൻ പറ്റില്ല. പിന്നെ ഇത് നമ്മുടെ സെന്നിന്റെ ബാക്ക് ഡിക്കിയാണ് കേട്ടോ. അതെ ഇത് സെന്നിന്റെ ബാക്ക് ഡിക്കിയാണ്. ഇത് കണ്ടോ, നല്ല ക്വാളിറ്റി ആയിട്ടുള്ളതുണ്ട്. ഞാൻ പറഞ്ഞില്ല, സീറ്റൊക്കെ നമുക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ ഞാൻ പറയൂ കേട്ടോ. ഇതൊക്കെ നമ്മുടെ എന്തായിരുന്നു? ത്രോട്ടിൽ ബോഡി. ഇതെനിക്കറിയാം. ത്രോട്ടിൽ ബോഡി എനിക്കറിയാം. സ്റ്റാർട്ടർ, പിന്നെ കംപ്രസർ, അതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഏറ്റവും മുകളിൽ ബ്ലോവർ ഫാൻ ആണ് ഇതിരിക്കുന്നത്. ഇതാണ് അവിടെ ഭയ്യമാര് ഇപ്പോ ടീം വർക്കായിട്ട് അഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതെന്തുവായിരുന്നു ഭയ്യ? ഇത് നമ്മുടെ തുണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും വിരിച്ചിടാനുള്ള ആങ്കർ ആണ് ദേ ഈ കാണുന്നത്. കാണിച്ചുതരാം. കണ്ടാ, ഇതാണ് ആങ്കർ. ഇത് ആങ്കർ അല്ലട്ടാ, ഇത് നമ്മുടെ പവർ വിൻഡോന്റെ മോട്ടർ ഫുൾ അസംബ്ലി ആണ് കേട്ടോ. വൈൻഡർ ഫുൾ അസംബ്ലി അതാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാ വണ്ടികളും മിക്ക വണ്ടികളുടെ ഉണ്ട് കേട്ടോ. പിന്നെന്താ ഇവിടെ ഇത് ഇത് പഠിച്ചെടുക്കുന്നത് പറഞ്ഞെടുക്കാൻ. പവർ സ്റ്റിയറിംഗ് പമ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങള്. ഓക്കെ, ഞാൻ ഹിന്ദിയിൽ കുറച്ച് പുറകിലാണ് ഗൈസ്.
ഇത് ഏത് വണ്ടിയുടെയാണ് പയ്യെ ഈ ഹെഡ്ലൈറ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ കിത്തന Kia, Kia. കിയയുടെ ഹെഡ്ലൈറ്റ് ആണ് റൈറ്റ് സൈഡാ റൈറ്റ് അല്ലേ ഇതാ ഇത് ഏതോണ്ടേ Houseware. ഫിഗോ ആസ്പെയറിന് കേട്ടോ ഈ ഹെഡ്ലൈറ്റ് ഭയ്യ ഹൗസ് ഫെയറിനെ ഓക്കെ ഗൈസ്. അപ്പൊ എന്തായാലും ഞാൻ ഇപ്പൊ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. ആ ഒരു സൈഡിലോട്ടൊക്കെ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്. ചായ പീകെ ഞാനിപ്പോ പോയി ചായ കുടിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം പുല്ലേപ്പടിയിലായിട്ടാണ്. പുല്ലേപ്പടി പാലം കയറണ്ട, പാലം കയറുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡുണ്ട്. ആ റോഡ് കയറി വരുമ്പോൾ തന്നെ ഗവൺമെന്റ് ഹോമിയോ ഹോസ്പിറ്റൽ കാണും. അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു സ്ക്രാപ്പിന്റെ ഷോപ്പ് വരുന്നത്. നമുക്കിവിടെ കൊറിയർ സർവീസും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ചാറ്റ ബൈ ബൈ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. Subscribe, like, share. സെറ്റാണ്. ഓക്കെ, അപ്പൊ ഈദ് മുബാറക്. Eid Mubarak.